ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം ഗൈസ്. നിങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. എന്നെ ആണെങ്കിലും തൊപ്പീനെ ആണെങ്കിലും ആരെ ആയിക്കോട്ടെ, അന്ധമായി ബ്ലൈൻഡായിട്ട് ഒരാളെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ബ്ലൈൻഡായിട്ട് ആരെയും ആരാധിക്കരുത്, മനസ്സിലായോ? നിങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയാണ് ഒരാളെ റിയൽ ആയിട്ടുള്ള സ്വഭാവം എന്താ. ക്യാമറേൻ്റെ മുമ്പിൽ അവർ വന്നിട്ട് ഈ അടക്കം ഞാൻ അടക്കമായിട്ടുള്ള ആൾക്കാർ അന്നടക്കം നിങ്ങൾ സംശയിക്കണം, മനസ്സിലായോ? അന്നടക്കം നിങ്ങൾ സംശയിച്ചോ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദയവ് ചെയ്ത് ആരെയും അന്ധമായി വിശ്വസിക്കാതെ ഇരിക്കുക. ബ്ലൈൻഡായി ആരെയും വിശ്വസിക്കാതെ ഇരിക്കുക. ബ്ലൈൻഡായി ആരെയും വിശ്വസിക്കാതെ ഇരിക്കുക. ബ്ലൈൻഡായി ആരെയും ആരാധിക്കാതെ ഇരിക്കുക. അത് ഫസ്റ്റത്തെ കാര്യമാണ്. കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം ആരാണെങ്കിൽ പോലും അവർക്കിതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങളപ്പം ഈ പറഞ്ഞ പോലെ ആ ഒരു സംഭവം നിങ്ങളെ ഇതിൽ വേണം, മനസ്സിലായോ? അല്ലാണ്ട് ആരെയും നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത്. ഈ അടക്കം അന്നെ ആയാൽ പോലും അന്ധമായി നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എൻ്റെ ഭാഗം കേൾക്കാം. ഈ പറഞ്ഞ പോലെ വേറെ ഇനിയിപ്പോൾ ആരാണോ വരാൻ പോകുന്നത്, തൊപ്പിയാണോ റാംബോ ആണോ ആരാണോ എന്താണോ പറയാൻ പോകുന്നത്, അവരെ ഭാഗവും നിങ്ങൾ കേൾക്കണം, മനസ്സിലായോ? അല്ലാണ്ട് എൻ്റെ ഭാഗം മാത്രം കേട്ട് നമ്മൾ പറയുന്നതാ ശരി നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അതിന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം. എൻ്റെ ഭാഗം നിങ്ങൾ കേൾക്കുക, അവരുടെ ഭാഗം നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക ആരെ ഭാഗത്താ ശരി, ആരെ ഭാഗത്താ ഇത്, അത് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലായോ? അത് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതാക്കുക. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് എന്നെ മാത്രം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ നിൽക്കരുത്. അതുപോലെ റാംബോ ആണെങ്കിലും തൊപ്പിയാണെങ്കിലും അവരും പറയുന്നത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. അതിപ്പോൾ ആരെയാണെങ്കിലും ശരി, നിങ്ങളാദ്യം നിങ്ങളൊന്ന് ആലോചിക്കുക, മനസ്സിലായി? ഈ പറഞ്ഞതിൽ നമ്മുടെ ഭാഗത്താണോ ശരി, അവൻ്റെ ഭാഗത്താണോ ശരി എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക, മനസ്സിലായി? സ്വയം ചിന്തിച്ചിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും, എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും തൊപ്പിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിന് ശേഷം നിങ്ങൾ അടിയുണ്ടാക്കുകയോ ഇതാക്കുകയോ ചെയ്യാം, മനസ്സിലായോ? ഇപ്പം എന്നെ മാത്രം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ തൊപ്പീനെ മാത്രം ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്നെ കാണുക, ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണുക. അതിന് ശേഷം തൊപ്പി പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ റാംബോ പറയുന്നത് കേൾക്കുക. അവർ പറയുന്നതിന് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആരെ ഭാഗത്താ ശരി, ആരെ ഭാഗത്താ തെറ്റെന്ന് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതാക്കുക, മനസ്സിലായോ? ആലോചിച്ച് നിങ്ങൾ ഇതാക്കുക. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ അന്ധമായി ആരെയും ഇതാക്കരുത് ഗൈസ്. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ റീച്ച് എന്നെല്ലാം പറയും, ഈ 3000 അല്ല എൻ്റെ റീച്ച്, എൻ്റെ ആ സമയത്തുള്ള റീച്ച് 3000 അല്ല. അപ്പം എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇതാക്കില്ല? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യം ലോജിക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ലോജിക്ക് എന്ന് പറഞ്ഞ സംഭവം ആദ്യം ആലോചിക്കുക, മനസ്സിലായി? ലോജിക്ക് എന്ന് പറഞ്ഞ കാര്യം ആദ്യം ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. പ്രൂഫ് എവിടെ? കാണിച്ചു തരാം ബ്രോ, പ്രൂഫ് ഉണ്ട്. അല്ലാതെ ഞാൻ വെറുതെ ഇതാക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ 12 വർഷമായിട്ടുള്ള സുഹൃത്താണ്. 12 വർഷമായിട്ടുള്ള ഒരു സുഹൃത്താണ് ഞാൻ. എനിക്ക് എന്തുകൊണ്ട് നേട്ടം എൻ്റെ കൂടെ നിന്നാലാ, അല്ലേ? എനിക്ക് എന്തുകൊണ്ടും നേട്ടം ഓൻ്റെ കൂടെ നിന്നാലാ. ആണോ അല്ലയോ? അതെ, ആണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ പറഞ്ഞ പോലെ പൈസ എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൻ്റെ മാത്രമല്ല, നമ്മൾ അവിടെ അനുഭവിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, മെൻ്റൽ ടോർച്ചറുകളുണ്ട്. എത്രയോ ദിവസം ഞാൻ എൻ്റെ തലയണക്കും എനിക്കും മാത്രം അറിയുന്ന കുറച്ച് കഥകളുണ്ട്. ഞാൻ ഇരുന്ന് കടന്ന് കരിയുന്ന കാര്യങ്ങൾ, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ ഇവൻ്റെ നാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. നിങ്ങൾ ഇതിൽ കാണുന്ന സ്ട്രീമിൽ കാണുന്ന മാത്രമല്ല, അതല്ലാതെ ആണെങ്കിലും നമ്മളെ പല രീതിയിലും ഇവൻ തളർത്താനും ഇതാക്കാനും ഒക്കെ നോക്കാറുണ്ട്. ടാഗ് റിമൂവ് ചെയ്യാം. സ്റ്റോറി മാക്കോ നോക്കട്ടെ. എന്താ ഇതാണോ? ഇപ്പൊ എന്ത് റാംബോ തന്നെ തല്ലിയത്? തല്ലിയോ? കഴുത്തിന് പിടിച്ചേക്കും.
എനിക്കൊന്ന് കണ്ടിക്കാൻ ഞാൻ ഓക്കെ അവർക്ക് അവർക്ക് പറയാനുള്ള അവർ പറയട്ടെ, അതെന്താന്ന് വെച്ചാൽ അവർ ഇതാക്കട്ടെ. അവർക്ക് പറയാനുള്ള അവർ എന്താന്ന് വെച്ചാൽ പറയട്ടെ. ഞാൻ ഓൾറെഡി കണ്ടതായത് അതൊക്കെ എന്താന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ തെറി വിളിക്കാനോ ഇതിനുള്ള മൈൻഡിലല്ല ഞാനിപ്പോൾ ഉള്ളത്, മനസ്സിലാ? ആ മൈൻഡിലല്ല ഞാനുള്ളത്. അപ്പോൾ അവർക്ക് എന്താന്ന് വെച്ചാൽ അവർ പറയട്ടെ, എന്താന്ന് വെച്ചാൽ ഇതാക്കട്ടെ. അതൊക്കെ അവരുടെ കാര്യം, മനസ്സിലാ? നമ്മൾ അനുഭവിച്ച് നമ്മൾ കുറച്ച് പേര് മാത്രമേ ഇത് അനുഭവിച്ചുള്ളൂ. റാംബോ ഒന്നും ഇത് അനുഭവിക്കാത്തതുകൊണ്ട് റാംബോക്കൊന്നും ഇതിൻ്റെ ഇത് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ റാംബോക്കൊന്നും ഇത് ഇതായിട്ടുണ്ടാവില്ല. അതെന്തോ വാട്ടവർ. റാംബോ എന്ന് പറഞ്ഞാൽ തൊപ്പി പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ റാംബോ കീൻ്റെ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. വാട്ടവർ നമ്മൾ അനുഭവിച്ചത് റാംബോ അനുഭവിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഗേൾ ഫ്രണ്ട് ഉണ്ടോ തൊപ്പിക്ക്? പ്രൂഫ് കാണിക്ക്. പ്രൂഫ് ഞാൻ കാണിക്കാം ഗൈസ്, പ്രൂഫ് ഞാൻ കാണിക്കാം. ഓൾവേസ് വിത്ത് യു, ഗുഡ് ടു ലവ് യു. താങ്ക് യു ബ്രദർ, താങ്ക് യു. ഞാനിത് പറയാനുള്ള കാരണം തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, മനസ്സിലായോ? കുറച്ച് പേരുണ്ടാവും. ആ കുറച്ച് പേർക്ക് അറിയാൻ വേണ്ടിയിട്ടും അവർക്ക് എന്താന്നുള്ള ഇത് അവർക്ക് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? കാരണം അവരത് അറിയണം. എൻ്റെ ഭാഗത്താണോ തെറ്റ്, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, മനസ്സിലായോ? ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. പ്രൂഫ് പ്രൂഫ് കാണിക്കാം ബ്രദർ, പ്രൂഫ് ഞാൻ കാണിക്കും, മനസ്സിലായോ? പ്രൂഫ് ഞാൻ കാണിക്കും, അല്ലാണ്ട് ഞാൻ വരില്ലല്ലോ. പ്രൂഫ് ഞാൻ കാണിക്കാം. ഞാൻ അങ്ങനെ ചുമ്മാ വെറുതെ വായി വന്ന് ഞാൻ പറയാറില്ല, മനസ്സിലായോ? നമുക്ക് അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ. അനുഭവിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായോ? അല്ലാതെ വേറൊരു കാര്യം നമ്മൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് അവർക്കത് ഇതല്ലായിരിക്കാം. പക്ഷെ നമ്മൾ അനുഭവിച്ച കുറച്ച് മെൻ്റൽ പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? ഫസ്റ്റ് ഞാനൊരു സാധനം കാണിക്കാം. ഞാൻ എന്താ അറിയോ, ഞാൻ മൊത്തം കാര്യങ്ങൾ ഞാൻ കാണിക്കൂല, മൊത്തം കാര്യങ്ങൾ ഞാൻ പറയൂല. കാരണം ഈ പറഞ്ഞ പോലെ നാളെ ഇവരിത് കേട്ട് ഇതിനൊരു മറുപടി തയ്യാറാക്കിയിട്ട് ഇവർ വരും, മനസ്സിലായോ? അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഒരു 10% മാത്രമേ ഞാൻ പറയൂ, ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്, മനസ്സിലായോ? ബാക്കി ഒരു 90% എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? അത് ഞാൻ ആ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചോളാം. ഇപ്പോഴേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെയാണെന്ന് അവർ പറയാം. നമ്മളങ്ങനെയല്ല, നമ്മൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞതാണ്, മനസ്സിലായോ? അത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറയാം. സിമ്പിളായിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറയാം. മമ്മു എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നിങ്ങളൊന്ന് പറഞ്ഞേ, എത്ര കാലമായി ഒന്ന് പറഞ്ഞേ. മമ്മു എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അസ്പാക്ക്, ജാസി എല്ലാവരും ഉണ്ട്, വിളിക്കാം. അസ്പാക്ക് കണ്ണൂർ, അസ്പാക്ക് നാളെ വരും. പറ. 2 years പ്ലസ് 3 years 3 വർഷമായി അല്ലേ? 3 വർഷമായിട്ട് കൂടുണ്ട്. ഈ 3 വർഷമായിട്ട് കൂടുള്ള മമ്മൂൻ്റെ കയ്യിലുള്ള ഫോൺ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ലൈവിൻ്റെ സമയത്ത് മമ്മൂന് ഒരു ഐഫോണൊക്കെ കൊടുക്കും, ഒരു വൈറ്റ് ഐഫോൺ 13 Pro Maxോ 13 Pro അങ്ങനെ ഏതോ ഒരു ഫോണുണ്ട്, അതൊക്കെ കൊടുക്കും. അതല്ലാതെ മമ്മൂൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫോണെന്ന് പറഞ്ഞാൽ ഏതോ റെഡ്മീൻ്റെയോ വിവോൻ്റെയോ ഏതോ ഒരു ഇതായിട്ടുള്ള ഫോണാണ്. നിങ്ങൾ ആലോചിക്കണം, 3 വർഷമായിട്ട് തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് മമ്മു. ഓൻ്റെ കയ്യിലുള്ള ഫോണിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ആദിലിന് ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ആദിൽ തന്നെ നിങ്ങളോട് വന്ന് പറഞ്ഞോളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? ഈ 3 വർഷമായിട്ട് തൊപ്പീൻ്റെ കൂടെയുള്ള മമ്മൂൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 3 വർഷമായിട്ട് കൂടുള്ള മമ്മൂൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ, ചോർന്നൊലിക്കുന്ന വീടിൻ്റെ അവസ്ഥ കണ്ടാൽ ഓടിട്ടിട്ട് ഓൻ്റെ ഉമ്മ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടാണ് കിടക്കൽ. ഓൻ്റെ ഉമ്മ അപ്പുറത്ത് വേറെ വീട്ടു ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്, മനസ്സിലായി? ഫസ്റ്റത്തെ ഒരു 2 മാസമോ 3 മാസമോ എന്തോ തൊപ്പി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 3-4 മാസം കൂടുമ്പോൾ മമ്മ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ എന്തിനാ പോകുന്നതെന്നും എന്തിനാ ഇതാക്കുന്നതെന്നും ഓൻ വാശി പിടിച്ച ഓനെ അയക്കും. അപ്പോൾ 2000-3000 കൊടുക്കും ചിലവിന്, ഈ പോണ്ട വരേണ്ട ഇതിനുള്ള പൈസ കൊടുക്കും. അതും റാംബോ മുഖാന്തരം കൊടുക്കുന്നത്. അത് തന്നെ റാംബോ ചോദിക്കും, എന്തിനാ ഇപ്പോൾ
റാംബോ ചോദിക്കും എന്തിന് ഇത്ര പൈസ, ഇത്ര പോരെ, അങ്ങനെയാണ് ഇവർ കാണുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ അവിടുത്തെ അടിമകളാണ് ഗൈസ്, നമ്മൾ അവിടുത്തെ അടിമകളാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഞാൻ ചിലപ്പം മെയിനായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാം. പിന്നെ ജാസിക്കൊന്നും ഇന്നേ വരെ 1 രൂപ പോലും സാലറി ആയിട്ട് അവൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? സാലറി ആയിട്ട് 5 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ ആദ്യമേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 രൂപ പോലും നമ്മൾ തരാൻ തയ്യാറല്ല, ഞാൻ തരാൻ തയ്യാറല്ല എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അതിനനുസരിച്ച് ഇതാക്കും, വേണ്ടാത്തവർ പോകും. ഞാൻ കുവൈത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. മനസ്സിലായോ? അവിടുത്തെ ജോലിയും ഇതും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇതായി അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇവർ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഈ മമ്മൂൻ്റെയും പണ്ട് കിക്കിൽ മമ്മു തൊപ്പിയും ലൈവ് ഇതാക്കുമ്പോൾ ഞാൻ ഓഫീസിലിരുന്ന് ഞാൻ ഇത് കാണും, ഈ ലൈവ് ഞാൻ കാണും. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഓൾറെഡി തൊപ്പീൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി എന്താ പറയുക, തൊപ്പീൻ്റെ അടുത്ത് പോയി ഓൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാങ് തുടങ്ങുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനും അതിൻ്റെ കൂടെ കൂടി. പ്രൂഫ് കാണിക്കാം ഗൈസ്, പ്രൂഫ് ഞാൻ കാണിക്കും. മനസ്സിലായോ? പ്രൂഫ് ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കും. അത് ഇതാക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എനിക്കറിയാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിശ്വാസം ഇല്ലാന്നും എന്നോടുള്ള ഇതെന്താണെന്നും എല്ലാം എനിക്കറിയാം. നിങ്ങളെന്താ ചിന്തിക്കുന്നത്, നിങ്ങളെന്താ മുനുവേർ, എല്ലാത്തിനുള്ള ഉത്തരം പറയാം. മനസ്സിലായോ? ഞാൻ ഈ കുവൈത്തിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവരുടെ വീഡിയോ കണ്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓസ്കാർ വാട്ടെവർ ബ്രദർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോ, നമ്മളെ ഉള്ളിൽ തട്ടിയിട്ടുള്ള അനുഭവമാണ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ ചിരിയായിരിക്കാം, നിങ്ങൾക്കത് പലതുമായിരിക്കും. കാരണം നിങ്ങൾ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പം നിങ്ങൾക്കത് ഒരിക്കലും ഫീൽ ചെയ്യൂല. എനിക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷനോ ഇങ്ങനെ ഒരു കാര്യമോ ഇങ്ങനെ ഒരു ഇത് വന്ന് പറയരുത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അത്രയും ഞാൻ വിചാരിച്ച വേറൊരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അത്രയും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ മുതൽ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇടാന്നുള്ള ഇത് ഞാൻ ചിന്തിച്ച, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റിയിട്ടില്ല. മനസ്സിലായോ? ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് ഷമീർ നമ്മളിങ്ങനെ പോയാൽ ഇത് കാര്യമില്ല. മനസ്സിലായോ? നമുക്ക് ഹെയ്റ്റാന്ന് കിട്ടുന്നത് എല്ലായിടത്തും നമ്മളെ നമ്മളെന്തോ തൊപ്പീനെ ഊമ്പിച്ചിറങ്ങിയ ആൾക്കാരാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മനസ്സിലായോ? നമ്മളെന്തോ അവനെ ഊമ്പിച്ചിറങ്ങിയ ആൾക്കാരാണെന്നാണ് ആൾക്കാർ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ റിമൂവ് ടാഗ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് റീച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ അനുഭവിച്ച കുറച്ച് കാര്യമുണ്ട്. അത് എന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നെയോ നമ്മളെ കൂട്ടത്തിലുള്ളവരെയോ മനസ്സിലാവണം. നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും ഹെയ്റ്റും ഇതും ഒക്കെ ഈ തൊപ്പി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. ഒരിക്കലും തൊപ്പി അറിയാതെ നമുക്കത് കിട്ടൂല. മനസ്സിലായോ? കുര്യൻ, ഞാൻ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ്, കുര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. കുര്യൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരുന്ന കാര്യം ഇത് കണ്ടോ നിങ്ങൾ? കുര്യൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കുര്യൻ ചോദിക്കുന്ന എമൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാനോ ഒരാളെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. കുര്യൻ, അയ്യോ നമ്പർ ലീക്കാവുമല്ലോ, സോറി. ഇതാ കുര്യൻ ആൻഡ്രോസ്. ഇത് കണക്ട് ചെയ്യാനും പറ്റില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാ കുര്യൻ ആൻഡ്രോസ്, കണ്ടോ? കുര്യൻ ആൻഡ്രോസ്. അയ്യോ നമ്പർ ലീക്കായി. ഇതാ 50 രൂപ. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഗൈസ്, ഞാൻ നമ്പർ പൊത്തിപ്പിടിക്കുന്നുണ്ടോ? 50 രൂപ, 60 രൂപ, ഇതൊക്കെയാണ് ഞാൻ കുര്യന് അയച്ചു കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവും?
അതായത് നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. വാട്ട് എ പ്രൂഫ് എന്നോ ബ്രദർ. ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ കുര്യൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചെന്ന കാര്യം അത് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ പറഞ്ഞ പോലെ കുര്യന് എന്ത് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ 50 റുപ്യ എൻ്റെ അടുത്തുനിന്ന് 50 റുപ്യയും 60 റുപ്യയും കുര്യൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. മനസ്സിലാവും. ഇനി ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. ഞാൻ പറയുന്നില്ല കള്ളാന്നായിരിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ലീക്കാൻ പാടില്ല. സോ ഇങ്ങനെ ഞാൻ ഇതാക്കും. ജീനാനെ മെൽവിൻ നിൽക്കുക. ഓക്കെ, ഇത് ഞാൻ ഇവിടെ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന സെറ്റപ്പാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാർക്കും അറിയുണ്ടാവും.